എന്നാ പിന്നെ ഉടനെ മാറുകയല്ലേ നല്ലത്? അതെ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവിടെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്താ നിനക്ക് അമ്മാവനെ തട്ടാൻ പ്ലാൻ ഉണ്ടോ? എനിക്കൊരു കടമുണ്ടടാ രാധയോട്. അപ്പൊ നീ അവളോടും കടം വാങ്ങിയോ? ഒരിക്കലൊരു സർവോദയ സമ്മേളനം കഴിഞ്ഞ് അച്ഛൻ വീട്ടിലേക്ക് വന്ന് കയറുമ്പോ ഒക്കെ തവളുണ്ട്. ഏതാണ്ട് ഒരു 3 വയസ്സ് പ്രായം. ആരോ കളഞ്ഞിട്ട് പോയൊരു കുഞ്ഞ. അന്ന് മുതൽ അവളും ആ വീട്ടിലൊരു ഭാഗമാണ്. ഇവരിപ്പോ ഈ ഊറ്റം കൊള്ളുന്ന പാടത്തും പറമ്പത്തും ഒക്കെ അവളും ഒരുപാട് വേർപ്പൊഴുകിയിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട, പക്ഷെ അവൾക്ക് അർഹതപ്പെട്ടത് കിട്ടണം. എന്നിട്ട് അവൾ ആരുടെയെങ്കിലും കൂടെ ഒന്ന് ഇറക്കി വിട്ടിട്ട് വേണം എനിക്കും അമ്മയ്ക്ക് അപ്പ അവിടുന്ന് പടിയിറങ്ങാൻ. അങ്ങനെ തോന്നിയ ആളുടെ കൂടെ ഒന്നും അവളെ ഇറക്കി വിടണ്ട. അവൾക്ക് അനുരൂപനായ തറവാടിയെ തന്നെ വേണം. അതെ, അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പ്രഭാകര. ഇഷ്ടായില്ല? ആയില്ല? വേണ്ട വേണ്ട പ്രഭാകര. ഇന്ന് എന്തായാലും രക്ഷപ്പെടാൻ നോക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. രക്ഷപ്പെടുക എന്തിന്? നാറ്റിക്കരുത്. ഉത്തരവാദിത്തപ്പെട്ടൊരു പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ. നിന്റെ കാശ് ഉറപ്പായിട്ട് തന്നേക്കാം, പ്ലീസ്. സമ്മതിച്ചു. പക്ഷെ പ്രഭേട്ട എന്റെ കൂടെ ഒന്ന് വരണം. എങ്ങോട്ടേക്ക്? ആദ്യം വണ്ടി കയറി. അല്ല, ഞാൻ സുബ്ര കടയിൽ നോക്കിക്കൊള്ളേ. എന്താ പ്രഭേട്ട പറഞ്ഞാലെന്തെങ്കിലും? ഇത് പറയാൻ വേണ്ടി ഇവിടം വരെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ സ്ഥലവും ചുറ്റുപാടൊക്കെ കണ്ടപ്പോ ഞാൻ കരുതി നീ എനിക്കിട്ട് 2 തരാൻ വേണ്ടി കൊടുന്നതെന്ന്. എടാ പോത്തെ, രാധയെ കല്യാണം കഴിച്ചു തരുമോന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇത്ര വളഞ്ഞു പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് ഞാൻ പ്രഭേട്ടനോട്. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ സന്തോഷം. ബാക്കി ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല്. ഞാൻ ബുക്ക് സ്റ്റാളിൽ വിടാം. വേണ്ട വേണ്ട, കോൾപ്പാടം കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. എനിക്ക് ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ, നീ വിട്ടോ. എന്ന് നീ അങ്ങനെ തീരുമാനിച്ച ബാക്കിയുള്ളവരെന്താ എസ് ചെയ്യണോ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? കാലങ്ങളായിട്ട് ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കുട്ടി, അവൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കണമെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ന്യായം പറയച്ച ആർക്കും ഒരു അർഹതയില്ല. ഒക്കെ രാമകൃഷ്ണന്റെ മുതലാ. അതെ, നിന്റെ അച്ഛന്റെയും വെല്ലിച്ചന്റെയും കൊടനായക പോലും തറവാട് ജപ്തി ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോ കടങ്ങൾ മുഴുവൻ തീർത്ത് സ്വന്തം പേര് രജിസ്റ്റർ ചെയ്ത് എന്റെ അനിയൻ രാമകൃഷ്ണൻ. ഓ, സമ്മതിച്ചു. ജീവിതകാലം മുഴുവൻ താമസിച്ചോളാൻ പറഞ്ഞ് ഈ വീടും പറമ്പും വല്യമ്മാവനെയും എന്റെ അമ്മയും ഏൽപ്പിക്കുമ്പോ ഇതിന്റെ പുറകിലുള്ള പാടവും പറമ്പൊക്കെ വെറും തരിശായിരുന്നു. 5-8 വയസ്സ് മുതൽ കൊത്തിയും കിളച്ചും അതൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തത് അവളും കൂടിയാ. ദേ ഇന്ന് രാവിലെ പാടത്തേക്ക് പോയി അവൾ ഇതുവരെ തിരിച്ചു കയറിയിട്ടില്ല. തേങ്ങ വിൽക്കാൻ നേരത്തെ എണ്ണം നോക്കി കാശ് വാങ്ങാൻ നല്ലാതെ ഒരെണ്ണം പെറുക്കിയെടുക്കാൻ പോലും നിന്നിട്ടുണ്ടോ വല്യമ്മാവൻ ഇതുവരെ? ഇല്ലല്ലോ. നീ അത്ര വലിയ കണക്കൊന്നും പറയണ്ട. നീയും നിന്റെ അമ്മയും ആ പെണ്ണും ഇത്രയും കാലം വാടക കൊടുക്കാതെ താമസിച്ചതിന്റെ കണക്കൊന്നും ഞാൻ സൂക്ഷിച്ചിട്ടില്ലല്ലോ. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ശരി, ഇനി നിങ്ങൾ ആരും സഹായിച്ചില്ലെങ്കിലും രാധയുടെ വിവാഹം ഞാൻ നടത്തും. പിന്നെ കഴിഞ്ഞ 36 വർഷം ഞാനും എന്റെ അമ്മയും ഇവിടെ താമസിച്ചതിന്റെ വാടക കുടിശ്ശിക സഹിതം തന്നു തീർത്തിട്ട് പ്രഭാകരൻ ഈ വീടിന്റെ പടിയിറങ്ങും. ആ നഷ്ടത്തിന്റെ കണക്കൊക്കെ കൂട്ടി ഇനി ഇവിടെ ആരും പരിഭ്രമിക്കണ്ട. അച്ഛൻ ഒരുപാട് ചീപ്പായി പോയി. ഇത്രയും തരം താഴേണ്ടിയിരുന്നില്ല. നീ എന്നെ ഗുണദോഷിക്കാനൊന്നും വരണ്ട. ഇല്ല, ഞാൻ മിണ്ടുന്നില്ല. ബോംബെയിലായിരുന്നപ്പോഴും ഞാൻ മിണ്ടിയിരുന്നില്ലല്ലോ. മാർവാടികൾ വന്ന് മുഴുവനോടെ പിഴുതോണ്ട് പോയിട്ടും അച്ഛന്റെ ദുരാഗ്രഹം മാറിയില്ലല്ലോ. അതിലെനിക്ക് സഹതാപം തോന്നുന്നു. പോലെ കല്യാണം നടത്തുന്നൊക്കെ വാശി പിടിക്കാൻ എളുപ്പാ, പക്ഷെ ചില്ലറ വേണ്ടേ? അതെ, പ്രഭേട്ടന്റെ അവസ്ഥ സുരേഷിന് അറിയാമല്ലോ. പെണ്ണിനെ പിടിച്ചിറക്കി കൊടുക്കുക, അവൻ കൊണ്ടുപോട്ടെന്ന്. അത് അവളോട് ചെയ്യുന്ന തെറ്റാ. തറവാട് പറമ്പിനോട് ചേർന്ന് അച്ഛന്റെ പേരിൽ കിടപ്പുണ്ട് ഒരു 25 സെന്റ് സ്ഥലം. അത് വിറ്റ ഇപ്പത്തെ ഒരു അവസ്ഥയിൽ ഒരു 5-6 ലക്ഷം രൂപയെങ്കിലും കിട്ടില്ലേ മാഷേ? പക്ഷെ ആര് വാങ്ങും പ്രഭാര? ഏക്കർ കണക്കിന് വാങ്ങിക്കൂട്ടാൻ മുതലാളിമാരുണ്ട്. 5-10 സെന്റ് വാങ്ങണത് വീട് വെച്ച് താമസിക്കാനുള്ള പാവങ്ങളാ. അവരുടെ ഒട്ട് കാശുമില്ല. സഹകരണ ബാങ്കിൽ പണയം വെച്ചാ ഏറിയ 1 ലക്ഷം രൂപ കിട്ടും. അത് മതിയോ നിനക്ക്? ഏത് സമയത്തും കാശെടുക്കാൻ പറ്റണ ഒരാളെ ഈ നാട്ടിലുള്ളൂ. ആരാ? പ്രസിഡന്റ് അവറാച്ചൻ. അബ്ദു തമാശ പറയാനുള്ള നേരമല്ലോ. അതൊരു കാര്യമായിട്ടാ എനിക്ക് തോന്നണത്. മാഷ് എന്തായി പറയുന്നത്? നിന്റെ വികാരം എനിക്ക് മനസ്സിലാവും. അവറാച്ചനോട് കടം മേടിക്കാനല്ലോ, സ്വന്തം സ്ഥലം തീർന്നു കൊടുത്തിട്ടല്ലേ. ശരിയാ, ഇതിൽ ഇത്ര നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ച് പ്രസിഡന്റും പ്രഭേട്ടനുമായിട്ടുള്ള രാഷ്ട്രീയ ഭിന്നത അവസാനിക്കുന്നില്ല. അതിനിയും തുടർന്നൂടെ? എന്തേ? അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല പ്രഭാര. ഇല്ലെങ്കിൽ പിന്നൊരു ഒറ്റ വഴിയുള്ളൂ. അത്യാവശ്യമായി പോയില്ലേ, 10 ലക്ഷം രൂപ ഞാൻ തരാം. എന്നാ കൊടുക്ക്. ലോട്ടറി അടിക്കട്ടെ. എറിയരുത്, ഞാൻ മയ്യത്താവും.
എടാ ചാണ്ടി, നിനക്കിത് കേട്ടിട്ട് ചിരി വരുന്നില്ലേ? പിന്നെ എന്താടാ പോത്തെ വാ തുറന്ന് ചിരിക്കാത്തെ? ആ കറക്റ്റ്. ഇത് ചോദിക്കാൻ അവൻ എന്താ നേരിട്ട് വരാത്തത്? ഞാൻ മുഖത്ത് നോക്കി ഒരു ആട്ടാട്ടോന്ന് പേടിച്ചിട്ടുണ്ടാവും അല്ലേ? അതിപ്പോ എവരെ ആട്ടാമല്ലോ. ഓട്ടറ ചാണ്ടി, എന്റെ മക്കളെ അക്ഷരം പഠിപ്പിച്ച അധ്യാപകനല്ലേ, അവമാനിക്കണ്ട. എന്നാ മാഷിനെ ആട്ടിയത് മാത്രം പിൻവലിച്ചിരിക്കുന്നു. 2 സ്ഥലം കാലിയാക്ക്. അതെ, ഇളയപ്പന്റെ പൂത്ത കാശുണ്ട്, പക്ഷെ അതുകൊണ്ട് അവന്റെ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇറങ്ങ വെളിയില്, ഇറങ്ങാം. നിക്ക് മാഷേ. ചാണ്ടി, ആദ്യമായിട്ട് സഹായം ചോദിച്ചു വന്നല്ലേ, മടക്കണ്ട. നമുക്കതങ്ങോട്ട് വാങ്ങാം. എന്താ? അല്ല, ഞാൻ സ്ഥലം വാങ്ങാം, പക്ഷെ എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആദർശവാനായ പ്രഭാകരനത് സ്വീകാര്യമാവുമോ ആവോ? പറ്റില്ല. ഈ കണ്ടീഷൻ എനിക്ക് സമ്മതമല്ല. 6 ലക്ഷം രൂപയ്ക്ക് ഒരാൾ എന്റെ സ്ഥലം മേടിക്കുകയാണെങ്കിൽ അത്രയും തുകയ്ക്കുള്ള മുദ്രപത്രവും വാങ്ങണം. അല്ലാതെ 60,000 രൂപ മാത്രം ആധാരത്തിൽ കാണിച്ച് ബാക്കി 5,40,000 രൂപ സർക്കാരിനെ പറ്റിക്കുന്ന പരിപാടി എന്റെ ആദർശത്തിന് ചേർന്നതല്ല. അത് കറക്റ്റ്. ആദർശം കളഞ്ഞാ പ്രഭാകരനില്ല, പീരിയില്ലാത്ത പുട്ടുപോലെ അല്ലേ പ്രഭാകര? മിസ്റ്റർ പ്രഭാകരൻ, ഭരണകൂടം എല്ലാ കാലത്തും ഒരു മർദ്ദക ദുർഗമാണ്. ആധാരത്തിൽ വില കുറച്ച് കാണിക്കുക എന്നാൽ സർക്കാരിനെ പറ്റിക്കുക എന്നല്ല, ആ വ്യവസ്ഥിതിക്കെതിരെ പോരാടുക എന്നാണ് അർത്ഥം. അങ്ങനെ മനസ്സിലാക്കിക്കൂടെ പ്രഭാകര? ഒന്ന് അവിടെ ഇരിക്കണോ? എടാ, ഇതിപ്പോ നീ മാത്രമൊന്നുമല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവരും ചെയ്യണതാ. പിന്നെന്താ? ഞാൻ പറഞ്ഞില്ലല്ലോ, എന്നെ കൊണ്ട് സർക്കാരിനെ വഞ്ചിക്കാൻ സാധ്യമല്ല എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാ ഒന്നും കൊടുക്കാതെ അവളെ അവന്റെ കൂടെ പറഞ്ഞുവിട്. അവൻ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ ഇത്രയും സ്വർണവും പണവും അവക്ക് കൊടുക്കാന്ന് നീ പറഞ്ഞത്. അതെങ്ങനെയാ മാഷെ? ഒന്നുമില്ലാതെ ഞാൻ അവളെ അതെ, പറ്റില്ല. അതുകൊണ്ടാണല്ലോ തൽക്കാലം ഈ വഴി അനുസരിക്കാൻ ഞങ്ങൾ പറഞ്ഞത്. ഇത്രയും കാലം നിന്റെ കുടുംബത്തിൽ കഴിഞ്ഞ ഒരു പെൺകുട്ടി, നീ സഹോദരിയെ പോലെ കരുതി നൽകുന്ന സഹായം, അതിന്റെ മുമ്പിൽ ഈ തെറ്റൊരു തെറ്റല്ല പ്രഭാകര. അവറാന് പകരം വേറെ ആര് വന്നാലും കച്ചവടം നടക്കുന്നത് ഇത് തന്നെ വേണം. ഈ കാര്യത്തിൽ ഇനി ആലോചിക്കാനൊന്നുമില്ല, നമ്മളതങ്ങ് ഉറപ്പിക്കാൻ പോവാ. എന്നാലും ഒരെന്നാലുമില്ല, എല്ലാവരും കയ്യച്ചേ. ഗതികേട് കൊണ്ടാണെങ്കിലും താങ്കൾ ഒരു വിപ്ലവ പ്രവർത്തനത്തിൽ പങ്കാളിയായി. അഭിവാദ്യങ്ങൾ. എന്ത് സരോമേ, എന്തു പറ്റി? ഹേ, നാളെ നിന്റെ കഴുത്തിലും കയ്യിലും എല്ലാം സ്വർണ്ണപ്പണ്ടം ഉണ്ടാവൂലോ എന്ന് ആലോചിക്കുമ്പോ ഒരു സന്തോഷം. നാളെ പ്രഭാകരന്റെ അച്ഛന്റെ പേരിലുള്ള സ്ഥലം കച്ചോടാ. അത് കഴിഞ്ഞാ നിന്നെയും കൂട്ടി ടൗണിലേക്ക് പണ്ടം എടുക്കാൻ പോവും. അടുത്ത ആഴ്ച നല്ലൊരു മുഹൂർത്തം നോക്കി അമ്പലത്തിൽ വെച്ച് കല്യാണം. അറിഞ്ഞാ വല്ല മുടക്കം പറഞ്ഞു വന്നാലോ എന്ന് കരുതി ഇവിടെ ആരെയും അറിയിച്ചിട്ടില്ല. പക്ഷെ അമ്മേ, ഞാൻ സുരേഷ് നല്ലവനാ, നല്ല അധ്വാനി. ഒരു വീട് വയ്ക്കാനുള്ള ബന്ധപ്പാടില്ലാത്രേ അവൻ. ബാക്കി പൈസ അവനെ ഏൽപ്പിക്കാന്ന പ്രഭാകരൻ പറഞ്ഞേ. എന്നിട്ട് വേണം എനിക്കും അവനും കൂടി സ്വസ്ഥമായൊരിടത്തേക്ക് മാറി താമസിക്കാൻ. നിന്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, അതിപ്പോ മാറി. എന്റെ മോൾക്ക് നല്ലതേ വരുമെന്നും. കാണാതായപ്പോ ഞാൻ കരുതി നീ പതിവുകളൊക്കെ തെറ്റിച്ചു. സാരമില്ല, നീ പോയാലും അമ്മ ഇവിടെ ഉള്ളപ്പോ എന്റെ പതിവുകളൊന്നും തെറ്റില്ല. എന്തു പറ്റി എന്റെ കേളമ്പാറ്റയ്ക്ക്? എന്നെ ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെന്ന് അഭിമാനിക്കുന്നുണ്ടാവും അല്ലേ പ്രവേട്ട? ആ, ഇല്ല അതില്ല. രക്ഷപ്പെടുകയാണെങ്കിൽ അത് ഈ വീട്ടിൽ ഒരാളോടൊപ്പമായിരിക്കുമെന്ന് കുറെ ദിവാസ്വപ്നം കണ്ടു. അത് വിട്ടിത്തോയല്ലേ പ്രവേട്ട?
ഓരോ തവണ മിണ്ടിയും പിണങ്ങിയും കഴിയുമ്പോഴും എന്റെ മനസ്സറിയുന്ന ഒരാളാണല്ലോ ഇവിടെ ഉള്ളതെന്നുള്ള വിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷെ അത് തെറ്റി. രാധേ, ഒരൊറ്റ തവണ പോലും നീ എന്നോട് അങ്ങനെയൊന്നും. പറഞ്ഞു ഒരുപാട് തവണ. പക്ഷെ അതിന് ശബ്ദം ഉണ്ടായിരുന്നില്ല. അത് കേട്ടിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ വിട്ടിയായി. വീട്ടുകാര്യത്തിലായാലും നാട്ടുകാര്യത്തിലായാലും പ്രഭേട്ടൻ അവനോനെ തന്നെ കാണാറുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരെ തിരിച്ചറിയാനാവില്ല ഒരിക്കലും. അവസാനം ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് താൻ സമ്മതിച്ചു അല്ലേ? സന്തോഷം. കണ്ടേ, ആകാശം കൊടുക്കും. മാഷേ, ആ പൈസയും മേടിച്ചു. എന്റെ പണം കൈകൊണ്ട് തൊട്ടാൽ അശുദ്ധമായി എന്ന തോന്നല് വേണ്ടാഞ്ഞിട്ടാവും. ചണ്ടേ, മാഷയുടെ കൊടുക്കും. മാഷേ, ഇനി എല്ലാവരോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാലങ്ങളായിട്ട് ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അഴിമതി ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാശുണ്ടാക്കാൻ പല നക്കിത്തുരവും കാണിച്ചു. ഓരോ തവണയും ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി പലതും ചെയ്തു. പക്ഷേ ഈ പ്രഭാകരൻ, ഈ കറകളഞ്ഞ ഗാന്ധിയൻ എന്നെ ശരിക്കും തോപ്പിച്ചു. അതേ പ്രഭാകര, കയ്യിലുള്ള ഒരു തുണ്ട് ഭൂമി പോലും മറ്റുള്ളവർക്കായി വിട്ടുകൊടുത്തിട്ട് തെരുവിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള ഈ മനസ്സിന്റെ വലിപ്പം ഞാനിപ്പോഴറിയില്ല. അതുകൊണ്ട് ഞാനിപ്പോ പ്രഖ്യാപിക്കുന്നു, ഇനി തോന്നൂർക്കര ഗ്രാമപഞ്ചായത്തിനെ പ്രഭാകരൻ നയിക്കും. ഞങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രഭാകരനെ സപ്പോർട്ട് ചെയ്യും. അടുത്ത പഞ്ചായത്ത് മീറ്റിംഗിൽ പ്രഭാകരനായിരിക്കും ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. വേണ്ട അവറാച്ച, അവറാച്ചന്റെ മാറിയ മനസ്സുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ആയിക്കോട്ടെ, എന്നാൽ നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. ആ ഗ്യാപ്പിൽ എന്നോടും ക്ഷമിച്ചു എന്ന് പറയണം. ചിരിച്ചു ചിരിച്ചു. അപ്പൊ ക്ഷമിച്ചു എന്ന് ഉറപ്പായി. അതെ അതെ, എന്നാ നമുക്ക് അങ്ങോട്ട് ഒപ്പിട്ടാലോ? അമ്മയും രാധയൊക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. മാഷ അവരെ കൂടി സ്വർണ്ണക്കടയിലേക്ക് പൊക്കോളൂ, ഞാൻ എത്തിക്കോളാം. പ്രഭാകരനെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തോളാം. ശരി മാഷ. ഇതെടുത്തേ. ഇത് നന്നായിട്ടില്ലേ? ആഹാ, ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കാശ് കൊടുത്താ ഇറങ്ങാം. കൊടുക്കായിരുന്നില്ലേ മാഷേ? നീ വന്നിട്ടാകുന്നു കരുതി. ഓ, ബില്ല് എഴുതി. ശരി സാർ, കൊടുത്തിട്ട് വരാം. സാർ. ഓ, സാറവിടെ ഇരുന്നോളൂ, ചെക്ക് ചെയ്ത് വരാൻ അല്പം സമയമെടുക്കും. ഓ, ആരാ? ആ സോഫയിലിരിക്കുന്ന ആളാ. ആ പേപ്പർ വായിക്കുന്നത്? അത് തന്നെ. ഓക്കെ. എഴുന്നേക്കാൻ. സ്വർണവും കൊണ്ട് കടന്നു കളയാമെന്ന് കരുതി അല്ലടാ? അയ്യോ സാറേ, എന്താ ആരനിക്കുന്നല്ലേ? അതോ മോന്റെ കൂടെ നിങ്ങൾക്ക് വഴിയാണോ? നടക്കണം. ഞാനൊരു പഞ്ചായത്ത് മെമ്പറാ, അങ്ങനെ വരട്ടൊന്നും വേണ്ട. കാര്യം എന്താന്ന് വെച്ചാൽ പറയും. അത് ശരി, കള്ളനോട്ട് കൊടുത്ത് സ്വർണം വാങ്ങിയെന്നും പറയാം, വർത്തമാനം പറയുന്നു. കള്ളനോട്ടോ? ഇത് എവിടെ നിന്ന് വന്നു നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. നടക്കണം. തൂക്കിയെടുത്ത് വണ്ടിയിലോടോ.